നമസ്കാരം. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന്റെ പരീക്ഷണയോട്ടം ഈ വർഷം ഡിസംബറിൽ നടക്കും. നോർത്തേൺ റെയിൽവേയുടെ കീഴിലുള്ള ഹരിയാനയിലെ ജിന്ദ് സോനിപത് സെക്ഷനിൽ 89 കിലോമീറ്റർ പാതയിലാണ് ഹൈഡ്രജൻ ഊർജത്തിൽ പ്രവർത്തിക്കുന്ന ട്രെയിനിന്റെ ആദ്യ മാതൃക പരീക്ഷിക്കുക. ഹൈഡ്രജൻ ഫോർ ഹെറിറ്റേജ് എന്ന പദ്ധതിക്ക് കീഴിൽ 35 ട്രെയിൻ സർവീസുകളാണ് ഇന്ത്യൻ റെയിൽവേ സജ്ജമാക്കുക. ഒരു ട്രെയിനിനായി 80 കോടി രൂപയും ഗ്രൗണ്ട് ഇൻഫ്രാസ്ട്രക്ചറിനായി 70 കോടി രൂപയും ചെലവ് വരും. കൂടാതെ വിവിധ ഹെറിറ്റേജ് ഹിൽ റൂട്ടുകളിൽ ഓരോ റൂട്ടിനും 70 കോടി രൂപ അധിക നിക്ഷേപവും നടത്തും. നിലവിൽ ജർമ്മനി, ഫ്രാൻസ്, സ്വീഡൻ, ചൈന എന്നീ രാജ്യങ്ങളിലാണ് ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഉള്ളത്. പുതിയ ട്രെയിനുകളുടെ രംഗപ്രവേശത്തോടെ ലോകത്തിലെ പരിസ്ഥിതി സൗഹൃദ ഹൈഡ്രജൻ ട്രെയിനുകൾ പ്രവർത്തിപ്പിക്കുന്ന 5ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന്റെ 3ാം കക്ഷി ഓഡിറ്റിംഗിനായി ഇന്ത്യൻ റെയിൽവേ ജർമ്മനിയുടെ TUV SUDA ആണ് നിയോഗിച്ചിരിക്കുന്നത്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ നൂതന റോളിംഗ് സ്റ്റോക്കിന്റെ ട്രയൽ പ്രവർത്തനങ്ങൾ 2024 ഡിസംബറിൽ ആരംഭിക്കും. ഹൈഡ്രജൻ ട്രെയിനിന് പുറമെ ഹൈഡ്രജൻ ഇന്ധന സെൽ അടിസ്ഥാനമാക്കിയുള്ള 5 ടവർ കാറുകൾ അഥവാ അറ്റകുറ്റപ്പണിക്കായുള്ള വാഹനങ്ങളും വികസിപ്പിക്കുന്നുണ്ട്. ഇവയുടെ ഓരോ യൂണിറ്റിനും 10 കോടി രൂപ ചിലവാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് ഇവയുടെ സംയോജന ശ്രമങ്ങൾ നടന്നുവരുന്നത്. ട്രെയിനുകൾക്കുള്ള ഹൈഡ്രജൻ ഇന്ധനം ജിൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മെഗാവാട്ട് പോളിമർ ഇലക്ട്രോലൈറ്റ് മെംബ്രൻ അഥവാ PEM ഇലക്ട്രോലൈസറിൽ നിന്ന് ലഭ്യമാക്കും. ഇത് പ്രതിദിനം 430 കിലോഗ്രാം ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കും. 3000 കിലോഗ്രാം ഹൈഡ്രജൻ സംഭരണ സൗകര്യവും പെട്ടെന്നുള്ള ഇന്ധനം നിറയ്ക്കാൻ രൂപകൽപ്പന ചെയ്ത ഡിസ്പെൻസറുകളും ജിൻഡിൽ ഒരുക്കിയിട്ടുണ്ട്. രാജ്യത്ത് പുതുതായി ആവിഷ്കരിച്ചിരിക്കുന്ന ഹൈഡ്രജൻ ട്രെയിൻ സർവീസുകൾ വിവിധ പൈതൃക റൂട്ടുകളെയും മലയോര മേഖലകളെയും ഉൾപ്പെടുത്തും. പൂർണ്ണമായും ഹൈഡ്രജൻ വാതകം ഇന്ധനമായി ഉപയോഗിക്കുന്ന ട്രെയിനുകളാണ് ഹൈഡ്രജൻ ട്രെയിനുകൾ. ഹൈഡ്രജൻ ഇന്ധനമാക്കുന്ന വാഹനങ്ങൾ പൊതുവെ ഹൈഡ്രൽ എന്നാണ് അറിയപ്പെടുന്നത്. ഫ്യുവൽ സെൽ എന്ന ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളിലാണ് ഹൈഡ്രൽ പ്രവർത്തിക്കുക. ഹൈഡ്രജനും ഓക്സിജനും ചേരുമ്പോഴുണ്ടാകുന്ന കെമിക്കൽ എനർജിയെ വൈദ്യുതിയാക്കി മാറ്റുന്ന സെല്ലാണ് ഫ്യുവൽ സെൽ. ഫ്യുവൽ സെൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി മോട്ടോറിലേക്ക് കടത്തിവിട്ട് വാഹനത്തെ ചലിപ്പിക്കും. ഈ രാസസംയോജനത്തിന്റെ ഉപോൽപ്പന്നം ഹൈഡ്രജനും ഓക്സിജനും ചേരുമ്പോഴുണ്ടാകുന്ന ജലം മാത്രമാണ്. ഈ ജലം നീരാവി രൂപത്തിൽ അന്തരീക്ഷത്തിലേക്ക് തള്ളും. ഇത്തരത്തിൽ പരിസ്ഥിതി സൗഹാർദ്ദമായ ഗതാഗത സംവിധാനമാണ് ഹൈഡ്രജൻ ട്രെയിനുകൾ. അതിനാൽ തന്നെ ഹരിത ട്രെയിൻ എന്ന ആശയത്തിനാണ് ഹൈഡ്രജൻ ട്രെയിനുകളിലൂടെ ഊന്നൽ നൽകുന്നത്. ഒരു ഡീസൽ ട്രെയിൻ ഒരു വർഷം ടൺ കണക്കിന് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നുണ്ട്. ഹൈഡ്രജൻ ട്രെയിനുകളിലൂടെ ഇത്തരത്തിലുള്ള മലിനീകരണം ഒഴിവാക്കാൻ കഴിയും. ഇവ ഓസോൺ പാളിക്ക് കോട്ടം വരുത്തുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നില്ല എന്നതുകൂടാതെ ജലം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അതേസമയം ഹൈഡ്രജൻ ഇന്ധനമാകുന്ന ട്രെയിനുകളുടെ വരവ് രാജ്യത്തിന് സാമ്പത്തിക നേട്ടം നൽകുമെന്ന് പ്രതീക്ഷിക്കാനാകില്ല. കടൽ വെള്ളത്തിൽ നിന്നും ഓക്സിജനും അന്തരീക്ഷത്തിൽ നിന്ന് ഹൈഡ്രജനും വേണ്ടത്ര ലഭിക്കുമെങ്കിലും ഇവയെ സംയോജിപ്പിക്കലും ശേഖരിച്ചു വെക്കലും ചെലവേറിയ പ്രവൃത്തികളാണ്. ഒരു ട്രെയിൻ ഓടിക്കാൻ 50 കിലോവാട്ടിന്റെ 60 ഫ്യൂവൽ സെല്ലുകൾ ആവശ്യമായി വരും. ഇതിന് ഏകദേശം 12 കോടി രൂപയോളം ചെലവ് വരും. എങ്കിലും വൈദ്യുതീകരണത്തിനുള്ള അടിസ്ഥാന സൗകര്യ ചെലവ് ഒഴിവാക്കാമെന്നത് മാത്രമാണ് ഈ സർവീസ് വഴിയുള്ള സാമ്പത്തിക നേട്ടമായി കണക്കാക്കാൻ കഴിയൂ. ജർമ്മനിയിലാണ് ലോകത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഓടിത്തുടങ്ങിയത്. 2022 ഓഗസ്റ്റ് 25-ന് ജർമ്മനിയിലെ ലോവർ സാക്സൺ പ്രവിശ്യയിലായിരുന്നു ഈ ട്രെയിൻ സർവീസ് നടത്തിയത്. കാലാവസ്ഥാ വ്യതിയാനം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഇക്കാലത്ത് മുഴുവൻ ലോകരാജ്യങ്ങളും പരിസ്ഥിതി സൗഹൃദ വിഷയങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. സോളാർ പവർ പ്ലാന്റുകളും ഫോസിൽ ഇതര ഇന്ധനങ്ങളുമായി ഈ ഉദ്യമത്തിൽ ഇന്ത്യയും മുൻപന്തിയിലുണ്ട്. അത്തരത്തിലൊരു ടെക്നോളജിയാണ് ഹൈഡ്രജൻ ട്രെയിനുകൾ. അങ്ങനെ ഹൈഡ്രജൻ കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന ലോകത്തെ 5ാമത്തെ രാജ്യമായി മാറിയിരിക്കുകയാണ് ഭാരതം. വാർത്തയുടെ നിറം തേടി തനിനിറം.